ആദ്യമായി നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് പറയുന്നു. ഐ എം സോറി. ശ്രീ വീരേന്ദ്ര ഹെഗാഡെ എന്ന് പറയുന്ന നമ്മുടെ രാജ്യസഭാ MP ആയ നമ്മുടെ ധർമ്മസ്ഥലയുടെ രക്ഷാധികാരിയായ അദ്ദേഹത്തോട് മാപ്പ് പറയുന്നു. അവിടുത്തെ ദേവതമാർക്ക് മാപ്പ് പറയുന്നു. ഈ ചർച്ചയിലടക്കം പങ്കെടുത്തതും അതേപോലെ ധർമ്മസ്ഥലയെ കുറിച്ചൊരു വീഡിയോ ചെയ്തതിനും ഞാൻ നിർലജ്ജം നിർവ്യാജ്യം 100% എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മാപ്പ് പറയുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും, ഞാൻ അടക്കമുള്ളവർക്ക്, ദേശീയ മാധ്യമങ്ങളിൽ കുറച്ച് വലതുപക്ഷത്തോട് നിൽക്കുന്ന മാധ്യമങ്ങൾക്കടക്കം ആദ്യ ദിവസങ്ങളിൽ ധർമ്മസ്ഥലയെ കുറിച്ച് ആരോപണങ്ങൾ വന്നപ്പോൾ നമ്മൾ ആരും ഏറ്റെടുത്തിരുന്നില്ല, ആരും റെസ്പോണ്ട് ചെയ്തുമില്ല. എന്നെ 1-2 ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് ഹാഷ്മിയുടെ ചർച്ചയ്ക്ക് ഇരുന്നതാണ്. അന്നൊക്കെ വന്നപ്പോൾ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ അടക്കം ഒരു പഴയ ക്ലീനിങ് ശുചീകരണ തൊഴിലാളി അവിടെ വരികയും അവിടെ വലിയ പ്രശ്നങ്ങൾ നടത്തുകയും ചെയ്തു, അല്ലെങ്കിൽ നടക്കുകയും ചെയ്തു എന്ന് പറയുകയും ചെയ്തു. പോലീസുകാര് അതിന്റെ മേളിൽ FIR ഇടുന്നു, ഒരു തലയോട്ടി കിട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെ പല വിഷയങ്ങളും അവിടെ സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. ആ രീതിയിൽ അതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു. ഇത് ഞാൻ ചെയ്ത വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് നിങ്ങളോട് മാപ്പ് പറയുന്നു. കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പരകളിലൊന്നാണോ ഇത് എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പരമ്പരയാണോ എന്ന് ചോദിച്ച്. കാര്യം വേണ്ട രീതിയിൽ ശക്തമായി ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അതിനെ തെള്ളി പറഞ്ഞില്ല. മാത്രമല്ല, നമ്മുടെ ലഭ്യമായ അന്വേഷണം അന്ന് എല്ലാവരും പറഞ്ഞപ്പോ, കൂടുതൽ അന്വേഷിച്ചപ്പോ ഇങ്ങനൊരു സംഭവം നടന്നു എന്നാണ് തോന്നലുണ്ടായത്. ഇതിനെ എതിർക്കുന്നവർ ചില ആൾക്കാരെങ്കിലും പറഞ്ഞത് ഇയാൾ ദളിതനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനെല്ലാം അടക്കം വിചാരിച്ച ഒരു ദളിതൻ പറഞ്ഞുകൊണ്ട്, ഈ സാനിറ്റേഷൻ വർക്കർ പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അയാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും നോക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും ഇന്ന് വരെ, ഇനി നാളെ ഇനിയും പുതിയ ഫാക്ട്സ് വരുമോ എന്നറിയില്ല, പുതിയ വസ്തുതകൾ വരുമോ എന്നറിയില്ല. നിമിഷം ഇതുവരെ, നാളിതുവരെ അങ്ങനെ സസ്പീഷ്യസ് ആയിട്ടൊന്നും ധർമ്മസ്ഥലയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് ഒരു ശവശരീരം കിട്ടിയത് ഒരു പുരുഷന്റെ ആണെന്ന് പറയപ്പെടുന്നു. പക്ഷേ 100 കണക്കിന് പെൺകുട്ടികളെ അവിടെ മറവ് ചെയ്തു എന്ന ഇയാളുടെ വാദഗതി പൊളിയുകയാണ്. ഇതിനെതിരെ എനിക്ക് സന്തോഷമുള്ളത്, കോൺഗ്രസും BJPയും ഒരുമിച്ച് തന്നെ നീങ്ങുന്നുണ്ട്. കോൺഗ്രസും BJPയും ഒരുമിച്ച് തന്നെ നീങ്ങുന്നുണ്ട്. ശ്രീ DK ശിവകുമാർ അടക്കം കർണാടകയിലെ കോൺഗ്രസിലെ DK ശിവകുമാർ, കർണാടകയിലെ BJP നേതൃത്വം അടക്കം ഈ ക്ഷേത്രത്തെ, അമ്പലത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ നടപടി എടുക്കണം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം എന്നുള്ള സ്ട്രിക്റ്റായ നിലപാടിൽ മുമ്പോട്ട് പോകുന്നത് സ്വാഗതാർഹമാണ്. കാരണം നമ്മളെ എല്ലാം കൂടെ പറ്റിക്കുകയല്ലേ ചെയ്തത്. ഈ 100 കണക്കിന് ശവശരീരങ്ങൾ ധർമ്മസ്ഥലയിൽ കിട്ടിയെങ്കിൽ ഒരെണ്ണമെങ്കിലും അതിൽ നിന്ന് പുറത്തു വരണ്ടേ? എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. ഇനി വരുമോ എന്നറിയില്ല. ഇതുവരെ വന്നിട്ടില്ല. ഞാൻ കർണാടകയിലാണ്. ഞാൻ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു ക്ഷമ പറയണം, അല്ലെങ്കിൽ പരിഹാരം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കണം. അവിടെ പോവുകയും ചെയ്യും. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഇന്ന് നമ്മുടെ വാഗൻ ട്രാജഡി ഹാളിൽ ലിയാഖത്തിനോടുള്ള ഡിബേറ്റ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ പോകുന്ന വഴി അവിടെ പോയി തൊഴുത് സമസ്താപരാധം പറഞ്ഞ് ക്ഷമ പറഞ്ഞ് തന്നെ ചെയ്യും. കാര്യം ഞങ്ങൾ അടക്കമുള്ള ഒരുപാട് പേർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഈ കർണാടകയിലെ ധർമ്മസ്ഥലത്തിൽ ഒരു കാര്യം കൂടെ, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മഹത്വം കൂടി ആലോചിക്കണം. അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരും, ഇടത് വലത് പക്ഷ ഭേദമന്യേ വലിയൊരു ശതമാനം കോൺഗ്രസും BJPയും ഭേദമന്യേ എല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്തു. അയാൾ പറഞ്ഞ ശരിയാണോ എന്ന് നോക്കി, വളരെ കോസ്റ്റ്ലി വില കൂടിയ എക്യുപ്മെന്റ്സ് വന്ന് കണ്ടെത്തലുകൾ നടത്താൻ നോക്കി. പക്ഷേ അവസാനം ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അതിന്റെ പച്ചയായ പരമാർത്ഥം. ഒരു സ്കെലിറ്റൽ റിമൈൻസ് കൊണ്ടുവന്നു. അപ്പൊ അതൊക്കെ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ ശരിയാണെന്ന് വിശ്വസിച്ചു പോയതാണ്. അങ്ങനെ വിശ്വസിച്ചു പോയതിന് ക്ഷമിക്കണം. ഇപ്പൊ എന്തായാലും അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് വാർത്ത. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും രീതിയിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിന് എതിരെ ശക്തമായ നടപടി വേണം. കാര്യം ഇതാണ് ഇയാളുടെ മുഖം അന്ന് കാണിച്ചിരുന്നത്. മാസ്ക്ഡായ മുഖമാണ്. ഇയാളെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഒക്കെ നൽകിയിരുന്നു. കാര്യം ആലോചിച്ച് നോക്കണം, പോലീസുകാരാണെങ്കിലും എടുത്തു. വീരേന്ദ്ര ഹെഗാഡെ ഒരു രാജ്യസഭാ MP ആണ്. കോൺഗ്രസിനോടും BJPയോടും നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷേ ഇതേപോലെ ആൾ വന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനങ്ങൾ എത്ര ശക്തമാണെന്ന് നമ്മൾ ആലോചിക്കണം. അതിശക്തമായി തന്നെ ആ കാര്യത്തെ സീരിയസ് ആയിട്ട് എടുത്തു. അതിനുവേണ്ടി അന്വേഷണം നടത്തി. അവസാനം പ്രത്യേകിച്ച് എന്തായാലും ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇയാളെ എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ആ രീതിയിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ഒരു കാരണവശാലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. കാര്യം ആർക്കെതിരെയും ഇതേപോലെ വ്യാജ ആരോപണങ്ങൾ വരാം. ഇയാളെ കൊണ്ട് എത്ര പോലീസുകാർ എത്ര ദിവസം മെനക്കെട്ടു, എത്ര സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കി, അവസാനം ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഇനി 2 സുജാത ഭട്ട് എന്ന് പറഞ്ഞൊരു സ്ത്രീയും, സുജാത ഭട്ട് തന്റെ മോള് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് TV ചാനലിന് മുമ്പിൽ എന്ന് പറഞ്ഞു. ഇന്ന് സുജാത ഭട്ടും U-ടേൺ അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അനന്യ ഭട്ട് മിസ്സിംഗ് ആണെന്നൊക്കെ അവർ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിയാന്നല്ലേ തോന്നുന്നു.
എനിക്ക് തോന്നുന്നു സുജാത ഭട്ടിന് സുജാത ഭട്ട് ഇപ്പം പറയുന്നത് എനിക്കൊരു മോളേ ഇല്ല എന്നൊക്കെയാണ്. എന്താ മാറി പറഞ്ഞതെന്ന് അറിയില്ല. അതായത് ഒരു കൗതുകമുള്ള കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് അവരുടെ ഫാമിലിയിലെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി ഇവർക്ക് കൊടുത്തു. അവർ ജൈന സമുദായക്കാരായിരുന്നു. അതിന്റെ ദേഷ്യവും മറ്റും എനിക്കുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഒരു യൂട്യൂബ് ചാനലിനോട് പറഞ്ഞത്. എന്തായാലും അറിയില്ല. എന്തായാലും സമയം ഇതുവരെയുള്ള ലഭ്യമായ വിവരം വെച്ച് നമുക്കെല്ലാം തെറ്റിപ്പോയി എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അവിടുത്തെ മൂർത്തിയോട്, അമ്പലത്തോട് ക്ഷമ പറയുന്നു. ശ്രീ വീരേന്ദ്ര ഹെഗാഡെയോട് ക്ഷമ പറയുന്നു. ആ രീതിയിൽ ആ ചർച്ചയിൽ പങ്കെടുത്തതിനും ഒരു വീഡിയോ ചെയ്തതിനും ക്ഷമ പറയുന്നു. അത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള അപ്പോളജിയാണ്. മഞ്ജുനാഥ സ്വാമി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തെ ഇപ്പം ചെന്നൈയിലോട്ട് പോകുന്നുണ്ട്, എനിക്കൊരു പരിപാടിയുടെ ഭാഗമായി. പറ്റുമെങ്കിൽ ആ വഴി പോയി അദ്ദേഹത്തെ കണ്ട് മാപ്പ് പറയുകയും ചെയ്യും. നമസ്കാരം.